ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു മരുന്ന് കുറേ ആളുകൾ ചോദിക്കുന്നൊരു മരുന്നാണ്. എൻ്റെ മാവ് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, 10 വർഷമായി 15 വർഷമായി ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മാവ് കായ്പ്പിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ചിലപ്പോൾ തണലത്തായിരിക്കാം, അതുകൊണ്ട് കായ്ക്കാതിരിക്കാം. വെയിൽ കിട്ടാതെ, സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാതെ അങ്ങനെ സംഭവിക്കാം. പിന്നെ ചില ഇനത്തിൻ്റെ അതിൻ്റെ തലമുറകളുടെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ എന്തായാലും അതിനൊരു പ്രഷർ കൊടുത്ത് കായ്പ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പേരാണ് കൾട്ടാർ, ഒരു കെമിക്കലാണ് കൾട്ടാർ. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട്. കാരണം ഇത് നമ്മൾ ഒക്ടോബറിലാണ് ഇത് കൊടുക്കേണ്ടത്. നവംബറിൽ നമ്മൾ പൂവിടും. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് കുറച്ച് ലേറ്റായിട്ടാണ് കൊടുക്കുന്നത്. കാരണം പൂവിടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തു നിന്നതിന് ഒരു ചാൻസും ഇല്ല. ഏകദേശം ഒരു 6 വർഷമായി വെച്ചിട്ട് 6 വർഷമായെങ്കിൽ കൂടിയിട്ടും വലിയ തൈ വാങ്ങി വെച്ചിരുന്നു. ഏകദേശം 2 വർഷം 3 വർഷമൊക്കെ ആയ ഒരു തോന്നിപ്പിക്കുന്ന തൈ വാങ്ങി വെച്ചാണ്. മല്ലിക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നഴ്സറിയിൽ നിന്ന് തന്നത്. നമ്മൾ പ്രാദേശിക നഴ്സറികളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ ഇലനോടൊന്നും നമുക്ക് നോക്കുമ്പോൾ മല്ലിക അല്ല എന്ന് നമുക്ക് ബോധ്യമാണ്. എന്തായാലും അത് കായ്ക്കട്ടെ. സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ലേറ്റായി, നവംബറായി. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്ക് 10 മില്ലിയാണ് ഇത് ചേർക്കേണ്ടത്. 20 ലിറ്റർ വെള്ളത്തിലേക്ക് 10 മില്ലി ചേർത്തിട്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ ചുറ്റും ഒരു 4 കുഴി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 അടി 2 അടിയൊക്കെ വിട്ടിട്ട് വേണം കുഴി എടുക്കാൻ. പിന്നെ ഈർപ്പുള്ള സമയത്തേ നമ്മളത് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി കിടക്കുന്ന സമയമാണെങ്കിൽ നനച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വലിയ കുഴി എടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു കുഴി എടുക്കുകയാണ്, വെള്ളം നിർത്താൻ വേണ്ടിയിട്ടുള്ള. ഓവർ വെള്ളം നമുക്ക് 10 ലിറ്റർ വെള്ളം എല്ലാത്തിലും കൂടെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വെള്ളം നിർത്താനുള്ള ചെറിയ കുഴി ഈ എല്ലാ കുഴീൻ്റെ ഇടയിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ കുഴികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളത് 10 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പെയിൻറ്റ് വരുമ്പോൾ കുറച്ച് സ്ഥലം നമുക്ക് ലൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 12 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് 50 മില്ലിയാണ് ഇത് വരുന്നത്, ചെറിയ ബോട്ടിൽ. അപ്പോൾ 50 മില്ലി നമുക്ക് 3 എണ്ണത്തിലേക്ക് എന്തായാലും ഒഴിക്കാനില്ല. അപ്പോൾ 2 എണ്ണത്തിലേക്ക് ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. 12 ലിറ്റർ വെള്ളത്തിലേക്ക് 25 മില്ലിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. മില്ലി കൾട്ടാർ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ 10 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 ലിറ്ററും ഒരു തൈക്ക് കൊടുക്കണം. അത് പറഞ്ഞാൽ 20 മില്ലി കൾട്ടാറും ഒരു ചെടിക്കാണ് അതിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ അതുപ്രകാരം നമ്മൾ 12 ലിറ്റർ വെള്ളത്തിൽ 25 മില്ലിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ കുഴിയിലും ഈ 12 ലിറ്റർ വെള്ളം എല്ലാ കുഴിയിലേക്കും എത്തുന്ന രൂപത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം 2 കപ്പ് എല്ലാത്തിനും ഒഴിക്കും. അപ്പോൾ നമ്മളത് 12 ലിറ്റർ വെള്ളം 4 കുഴിയിലേക്കും ആദ്യം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ബാക്കി വന്നാൽ വീണ്ടും എല്ലാ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കി വരുന്ന വെള്ളം എല്ലാ കുഴിയിലേക്കും മിക്സാക്കി വെച്ചു. ഇനി വെള്ളം അടിയിലേക്ക് താഴുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം.
അടിയിലേക്ക് താന്നതിൻ്റെ ശേഷം ഈ കുഴി വീണ്ടും മൂടി കൊടുക്കുക. അപ്പോൾ നമ്മളെ മരുന്നൊഴിക്കൽ കഴിഞ്ഞു. ഇനി വെള്ളം താന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴി മൂടി കൊടുക്കാം. അപ്പോൾ നമ്മളെ കൾട്ടാറിൻ്റെ പ്രയോഗം കഴിഞ്ഞു. ഇനി നമ്മളതിന് ആഴ്ചയിൽ ഒരു 2 നനയെങ്കിലും നനച്ചു കൊടുക്കണം. മഴയില്ല, ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഒരു ഇടമഴ കിട്ടാറുണ്ട്. അങ്ങനെയല്ലാത്ത ദിവസങ്ങളിൽ നമ്മളൊരു 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ നന, ഓവർ നനയല്ല, ഒരു ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ കൾട്ടാറിൻ്റെ പ്രയോഗത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് റൗണ്ടിൽ ചാലെടുത്തിട്ട് കീറി അങ്ങനെ ഒഴിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഒരുപാട് ചെറിയൊരു ലെങ്ത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 10 ലിറ്റർ വെള്ളം കൊണ്ടല്ല നമുക്ക് അത്ര എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേരുമക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോകുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വളരെ ചെറിയ തൈകൾക്ക് കൊടുക്കാതിരിക്കുക. ഒരു 5 വർഷം 6 വർഷം മുതൽ മുകളിലേക്കുള്ള 8 വർഷമാണ് അവർ അതിന് എഴുതിയിട്ടുള്ള നിബന്ധന. നമ്മൾ 8 ഇല്ലെങ്കിൽ ഒരു 7-8 വർഷമൊക്കെ മുതലുള്ള തൈകൾക്ക് അത് ഉപയോഗിക്കുക. നിർബന്ധമുള്ളവർക്ക് മാത്രം. കാരണം ഇത്രയും തണലത്തൊക്കെ നിൽക്കുന്ന തൈകൾ ഇപ്പോൾ ഞാൻ ആ 50 മില്ലി കൊണ്ട് 2 തൈകൾക്കാണ് ഒഴിച്ചത്. 12.5 ലിറ്റർ വെള്ളത്തിൽ 25 മില്ലി വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 60-70% നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ലേറ്റായി. അപ്പോൾ നോക്കാം, എന്തായാലും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കേണ്ടത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അബ്ദുൾ റസാഖ് തിരൂർ.